ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിന് പിന്നാലെ നേപ്പാളിൽ വീണ്ടും മിന്നൽ പ്രളയ മുന്നറിയിപ്പാണ്. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. ടിബറ്റിലെ അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് നേപ്പാളിലെ തൃശൂരി മേഖലയിൽ നിന്ന് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കുകയാണ്. അതിനിടെ നേപ്പാളിലെ വിവിധ ജില്ലകളിലുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 469 ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിലുള്ള ലോങ്ചാങ് നഗരത്തിലാണ് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ചൈന എർത്ത് ക്വേക്ക് നെറ്റ്വർക്ക് സെന്ററിന്റെ ഉദ്ധരിച്ച് CGDN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ടിബറ്റ് ഭാഗത്തുള്ള അണക്കെട്ട് വീണ്ടും തകർന്നതായി നേപ്പാൾ പോലീസ് മുന്നറിയിപ്പ് നൽകിയത്. നദിയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നതിനാൽ തൃശൂരി മേഖലയിലുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് പോലീസ് കർശനമായ ഒരു നിർദ്ദേശം എക്സിലൂടെ നൽകിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് ജനപ്രതിനിധി സഭയിലെ പ്രതിപക്ഷ നേതാവ് ഭീഷ്മ രാജ് ആങ്ഡേബെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭൂപ്രകൃതി വലിയ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും സൈന്യവും ഹെലികോപ്റ്റർ സംഘങ്ങളും പൂർണ്ണ സജ്ജരാണെന്നാണ് മന്ത്രി പറഞ്ഞത്. ഫെഡറൽ, പ്രവിശ്യ, പ്രാദേശിക സർക്കാരുകൾ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൈന്യത്തിന്റെ 2 ഹെലികോപ്റ്ററുകൾക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ളവയും രക്ഷാ ദൌത്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. തൃശൂരിൽ നിന്ന് രസുവലിലേക്കുള്ള റോഡ് നിർമ്മാണം താത്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ JCBകളും തിരികെ വിളിച്ചു. കാഠ്മണ്ഡുവിൽ നിന്നുള്ള പ്രത്യേക സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. രസുവയിലേക്കുള്ള പാത പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പ്രാദേശിക ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും സഹായം ആവശ്യമാണെന്നും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ ANA പറയുകയാണ്. വെള്ളം വീണ്ടും ഉയർന്നതിനാൽ പണികൾ നിർത്തിവെച്ചെന്നും JCB ഡ്രൈവറും വ്യക്തമാക്കി. തൃശൂലി, ധോബി അരുവികളിൽ നിന്ന് 50 അടിയോളം ഉയരത്തിലാണ് വെള്ളം ഇരച്ചെത്തിയതെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. വീടുകളും കടകളും ഉൾപ്പെടെ സർവ്വതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ചെളിയിൽ കുടുങ്ങിയ പലരും ഏറെ പണിപ്പെട്ടാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയത്. മാർക്കറ്റ് പ്രദേശം പൂർണ്ണമായും ഒലിച്ചുപോയെന്നും നിരവധി പേരെ കാണാതായെന്നും ദൃക്സാക്ഷികൾ വിവരിക്കുന്നുണ്ട്. നേപ്പാളിലെ രസുവ ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 469 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 1545 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. ചിത്വാൻ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ നിന്നും 178 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. NP ഈസ്റ്റിൽ 110 പേരും, ഗുർഖയിൽ 44 പേരും, സുവാക്കോട്ടയിൽ 37 പേരും മരിച്ചു. ദാട്ടിങ്ങിൽ 33, തനഹുനിൽ 28, NP വെസ്റ്റിൽ 27, രസുവയിൽ 12 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ മരണനിരക്ക്. രസുവയിൽ നിന്ന് 644 പേരെയും, സുവാക്കോട്ടയിൽ നിന്ന് 898 പേരെയും, ഗാൻഡിങ്ങിൽ നിന്ന് 3 പേരെയും സുരക്ഷാസേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹിമാലയൻ മേഖലയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ അതിതീവ്ര മഴയും അയൽ രാജ്യങ്ങളിലെ അണക്കെട്ടുകളുടെ തകർച്ചയും നേപ്പാളിന്റെ ദുരന്തവ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്.